സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമുണർത്തി ഇന്ന് ബലിപെരുന്നാൾ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കും. ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലും ഇന്ന് പെരുന്നാൾ. തൃശൂരിലെ തോൽവി വലിയ ആഘാതമുണ്ടാക്കിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. UDF-ന് കിട്ടേണ്ട വോട്ടുകൾ LDF-ലേക്ക് പോയി. തെരഞ്ഞെടുപ്പ് തോൽവി CPM-ന് അണികൾ നൽകിയ താക്കീത്. രാഷ്ട്രീയ ധ്രുവീകരണം നടത്താനുള്ള കോൺഗ്രസ് തീരുമാനമാണ് വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നും ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പ്രതിപക്ഷ നേതാവ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പരിഗണനയിലുള്ളവർക്ക് ജനപിന്തുണ ഉറപ്പാക്കാൻ പ്രത്യേക വോട്ടെടുപ്പുമായി കോൺഗ്രസ് നേതാക്കൾ. വോട്ടെടുപ്പ് സ്ട്രോ പോൾ ആപ്ലിക്കേഷനിലൂടെ. സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന AICC അംഗം NK സുനിൽ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫൻ എബ്രാഹിമിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 9 മണി മുതൽ പൊതുദർശനം. പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിലും മൃതദേഹം എത്തിക്കും. കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാർ കത്തി ഒരാൾ മരിച്ചു. മരിച്ചത് കല്ലുവാതുക്കൽ സ്വദേശി ജെയ്നു. സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്ന് സംശയം. കണ്ണൂരിൽ മണൽ മാഫിയയ്ക്ക് സഹായം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. നടപടി വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് പരിശോധന ചോർത്തിയെന്നും കൈക്കൂലി വാങ്ങിയെന്നും കണ്ടെത്തൽ. തെലങ്കാനയിലെ സാമുദായിക സംഘർഷം. ഹോഷാമഹൽ MLA രാജാ സിംഗ് അടക്കം 13 BJP നേതാക്കൾ അറസ്റ്റിൽ. മേദക്കിൽ നിരോധനാജ്ഞ. കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പോലീസ്. സംഘർഷമുണ്ടായത് പശുക്കളെ കടത്തിയെന്നാരോപിച്ച് 6 യുവാക്കളെ ഒരു വിഭാഗം ആക്രമിച്ചതിനെ തുടർന്ന്. ബാബറി മസ്ജിദ് വിഷയം പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരിച്ച് NCERT മേധാവി ദിനേശ് പ്രസാദ് സക്ലാനെ. വിദ്വേഷവും ആക്രമവും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല. പാഠപുസ്തകങ്ങൾ അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് എന്നും മേധാവി. പാഠപുസ്തകങ്ങളിൽ കാവ്യവൽക്കരണമില്ലെന്നും NCERT മേധാവി. മുംബൈയിൽ ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യവിരൽ കിട്ടിയ സംഭവത്തിൽ നടപടി. ഐസ്ക്രീം കമ്പനിയുടെ ലൈസൻസ് FSSAI റദ്ദ് ചെയ്തു. മനുഷ്യവിരലിന് പിന്നാലെ ഐസ്ക്രീമിൽ നിന്ന് ചത്ത പഴുതാരയെ കിട്ടിയതായും പരാതി. സംഭവം ഉത്തർപ്രദേശിലെ നോയിഡയിൽ. ചുട്ടുപൊള്ളി ഡൽഹി. 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട്. തലസ്ഥാന നഗരിയിലെ ഉഷ്ണതരംഗത്തിൽ വലഞ്ഞ ജനങ്ങൾ. ഈ മാസം 19 വരെ ഉഷ്ണതരംഗം തുടരാൻ സാധ്യത. കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണത്തിനുള്ള വാഹനങ്ങളുടെ വാടക കരാറിലെ അഴിമതി ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. കരാർ കാലാവധി കഴിയുമ്പോൾ പുതിയ ടെൻഡർ വിളിക്കുന്നില്ല. സ്ഥിരമായി ഒരാൾക്ക് തന്നെ കരാറെന്നും ആക്ഷേപം. വയനാട്ടുകാരുടെ ആനപ്പേടിക്ക് പരിഹാരമുണ്ടാക്കാൻ AI സാങ്കേതികവിദ്യ. സ്മാർട്ട് ഫെൻസിംഗ് സംവിധാനവുമായി വനം വകുപ്പ്. ഫെൻസിംഗ് ക്രോസ് ചെയ്താൽ അലാറവും ലൈറ്റുകളും. കൺട്രോൾ റൂം, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിലേക്ക് സന്ദേശവും. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ 100 ബ്രാൻഡുകളിൽ 3 ഇന്ത്യൻ ടെക് കമ്പനികളും. പട്ടികയിൽ ഇടം പിടിച്ച TCS-ഉം ഇൻഫോസിസും എയർടെലും. TCS 46-ാം സ്ഥാനത്ത്, എയർടെലിന് 73-ാം, ഇൻഫോസിസിന് 74-ഉം സ്ഥാനങ്ങൾ. തൃശൂർ പട്ടിക്കാട് ചെമ്പൂത്രിയിൽ കാട്ടാനയിറങ്ങി. നാട്ടുകാർ പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിച്ചെങ്കിലും റോഡിൽ തന്നെ നിലയുറപ്പിച്ച ആന. ആനയെ കാട്ടിൽ കയറ്റിയത് 1 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ.
ഗാസയിൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി വാദം തുടർന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. കുടുംബങ്ങൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തു. അവരുടെ വേദന വളരെ വലുതാണെന്നും ബൈഡൻ. ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ഉഷ്ണതരംഗത്തിൽ മരിച്ചത് 19 പേർ. മരിച്ചത് ജോർദാനിൽ നിന്നും ഇറാനിൽ നിന്നും എത്തിയ തീർത്ഥാടകർ. 17 പേരെ കാണാതായിട്ടുണ്ടെന്നും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം.